നേരത്തെ പറഞ്ഞൊരു ചോദ്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് അറിയില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. ഗോകുൽ, അരുൺകുമാറേ, ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ടാവും? ഒരു 50 പേര് 100 പേര് അത്രേ ഉള്ളൂ. വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രാജീവ് ചന്ദ്രശേഖരനെ ആൾക്കാർക്ക് അറിയാമോ അറിയില്ലയോ. അവനാണ് ആൺകുട്ടി, പക്ഷേ ഓടി തീർക്കോ? തീർന്നാലും ഇല്ലെങ്കിലും അവനെ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചല്ലോ. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ രണ്ട് മുന്നണികളും ചേർന്നിട്ട് കോൺഗ്രസ്സുകാർ റിസോർട്ടിൽ പോവും, കോൺഗ്രസ്സുകാർ BJP പോകും എന്ന് പറയുകയാണ്. CPM-കാരനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കോൺഗ്രസ്സുകാര് ശരി തന്നെയാണ്, ജയിച്ചു കഴിയുമ്പോൾ കുറെ പേര് റിസോർട്ടിലും കുറെ പേര് BJP-യിലും ഒക്കെ എത്തുന്നുണ്ട്. അത് സംഭവം സത്യം തന്നെയാണ്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. കൈയടിക്കണ്ട, കരയേണ്ടി വരും. ഈ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ കാലങ്ങളായിട്ട് കോൺഗ്രസ് തോറ്റിട്ടും കോൺഗ്രസിന് 10-30% വോട്ട് അവിടെയുണ്ട്. 2017 ത്രിപുരയിൽ തോക്കുമ്പോ നിങ്ങൾക്ക് 42% വോട്ടുണ്ട്. ഇപ്പൊ 17% വോട്ട് മാത്രമാണുള്ളത്. പാർട്ടി മൊത്തമായിട്ട് ഒലിച്ച് BJP പോയി. അതാണ് ഒരു തെരഞ്ഞെടുപ്പ് തോറ്റപ്പോ CPM-ന്റെ അവസ്ഥ. തീർന്നില്ല അവിടെ നിൽക്കും മാഷ, ഞാൻ സംസാരിക്കും. വെസ്റ്റ് ബംഗാളില് 35 കൊല്ലം ഭരിച്ച പാർട്ടിയാണ്. ഇപ്പോ കേരളത്തില് BJP-യുടെ വോട്ട് ശതമാനം 15ആണ്. വെസ്റ്റ് ബംഗാളിലെ CPM-ന്റെ വോട്ട് ശതമാനം 7ആണ്. മൊത്തമായിട്ട് ഒലിച്ച് BJP-യിലോട്ട് പോയി. ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ പാർട്ടിയും പാർട്ടി ഓഫീസും പാർട്ടിയുടെ വോട്ടർമാരും ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് CPM മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ 2017 കോൺഗ്രസിന്റെ വക്താവല്ല, ഞാൻ ചോദിച്ചത് CPM-നോട് ചോദിച്ച ചോദ്യമാണ്. നിങ്ങളുടെ 42% വോട്ട്, നിങ്ങളുടെ 42% വോട്ട് 17% ആയത് എങ്ങനെ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ചോദിച്ചത് ചേട്ടൻ പോയോ? പോട്ടെ. പിന്നെ നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല, നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. പിന്നീട് ആദ്യം ചോദിച്ച വേറൊരു ചേട്ടൻ, അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു. അദ്ദേഹം ചോദിച്ചത് BJP ഇലക്ട്രൽ ബോണ്ട് വഴി 6000 കോടി രൂപ കിട്ടിയിട്ടുണ്ട്, ഇത് ജനങ്ങൾക്ക് കൊടുക്കുമോ എന്നാണ്. 303 MP-മാരുള്ള പാർട്ടിയായ BJP-ക്ക് 6000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയിട്ടുണ്ട്. 40 MP-മാരെ തികച്ചെടുക്കാനുള്ള 1400 കോടി രൂപ 40 MP-മാര് 44 MP-മാര് മാത്രമുള്ള കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരനായ ചേട്ടൻ പറയണം അത് രാജ്യത്തിന് വിറ്റ പണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണമാണോ, അത് ജനങ്ങൾക്ക് കൊടുക്കുമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറയണം. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പറയുന്ന പോലെ സംഭാവന സ്വീകരിക്കുന്നത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ BJP ഫണ്ടിൽ എവിടെ നിന്ന് പണം വരുന്നുവെന്ന് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? വ്യക്തികളും സ്ഥാപനങ്ങളും തരുന്ന ഡൊണേഷൻ സ്വീകരിച്ചിട്ടില്ല. സഹോദര, ഈ ഒരു ബോണ്ട് സ്വീകരിച്ച ആരെങ്കിലും ഒരു ബേക്കറി തുടങ്ങി അതിന്റെ മുമ്പ് കൊടി കൊണ്ട് കുത്തി വെച്ചിട്ട് അത് പൂട്ടിക്കാൻ നിൽക്കുന്നവർക്ക് ബോണ്ട പോലും കിട്ടൂല. പിന്നെ അല്ലേ ബോണ്ട് കൊടി പിടിക്കുന്നതിനൊരു അന്തസ്സ് വേണം. കാരണം സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവർക്ക് മാത്രമല്ലേ കൊടി പിടിക്കാൻ പറ്റൂ. രാജീവ് ചന്ദ്രശേഖരന്റെ പാർട്ടിക്ക് കൊടി പിടിക്കാൻ പറ്റുമോ? കാരണം രാജീവ് ചന്ദ്രശേഖരന് തന്നെ കൊടി പിടിച്ച് പരിചയമില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഇന്നുവരെ കൊടി പിടിച്ചിട്ടുമില്ല. ഒരു വിഭാഗം ജനങ്ങളുടെയും പ്രശ്നത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് കൊടി പിടിക്കുന്നത് ഒരു പുച്ഛമായി കാണുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ അനുയായികൾക്ക് ഭൂഷണമായിരിക്കും. പക്ഷേ കേരളത്തിലെ സാധാരണക്കാരനത് ഭൂഷണമായിരിക്കും. ശരിയാണ്, കൊടി പിടിച്ച് നിങ്ങൾ കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളും ഒക്കെ തല്ലിപ്പൊളിക്കാൻ നടന്ന കാലത്ത് അദ്ദേഹം പെന്റിയൻ ചിപ്പ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങളെ പോലെ കൊടി പിടിച്ച് നാട്ടുകാരുടെ കഞ്ഞിയൂടി മുട്ടിക്കാൻ അറിയില്ല. ഞങ്ങൾ അങ്ങ് സഹിച്ചു. ചിപ്സ് ഏതെന്ന് അറിഞ്ഞുകൂടാത്തവരോട് നമ്മളിപ്പോ രാജീവ് ചന്ദ്രശേഖരന്റെ ചിപ്പ് തോന്നുന്നില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ